സീറോ മലബാറികളോട് ക്രിസ്തുവേശുവിന് പറയാനുള്ളത്. സ്വാഗതം, വണക്കം. ഞാൻ സ്നേഹിക്കുന്ന സീറോ മലബാർ കത്തോലിക്ക സഭയിലെ സഹോദരീ സഹോദരങ്ങളോട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണർത്തിക്കാനുള്ളത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിച്ച് നമ്മുടെ ഓർമ്മ പുതുക്കി, ഇത് പ്രത്യേകിച്ച് ഞാൻ പരാമർശിച്ച സീറോ മലബാർ സഭയിൽ, അതിലും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസസിലെ ഇപ്പോൾ പരസ്പരം ബദ്ധശത്രുക്കളായി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷം പൊതുവായി വന്ന് ചീറ്റിക്കൊണ്ടിരിക്കുന്ന, അതവിടെ പ്രധാന ആരാധനാ മുറയെന്ന് പൊതുസമൂഹം മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഈ ശപിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന എൻ്റെ സഹോദരീ സഹോദരങ്ങൾക്ക് അവിടെ കണ്ണ് തുറന്നിട്ട് അല്പം ആശ്വാസം ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ യേശുവിൻ്റെ വാക്കുകളിലേക്ക് അവിടെ ശ്രദ്ധ സവിനയം ആകർഷിക്കുകയാണ്, അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുകയാണ്. യേശു പറയുന്നു, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ആണയിട്ടുകൊണ്ട് പറയുകയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ആരോടാണ് യേശു ഇത് പറയുന്നത് എന്ന് അതേ അധ്യായത്തിൻ്റെ, അതായത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ ആ ഭാഗം ഞാൻ വായിക്കാം. അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നത് യേശുവിനോട് തർക്കിക്കാനാണ്, അവൻ്റെ ആത്മീയ ദൗത്യത്തെ നിഷ്ഫലമാക്കാനാണ്. അപ്പോൾ പുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരോടും അവരോടാണ് യേശു ഈ വാക്ക് പറയുന്നത്. എന്താണ് യേശു പറയുന്നത്? ചുങ്കക്കാരും വേശ്യമാരും, അതായത് യഹൂദ മത നേതാക്കന്മാർ, യഹൂദന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാരെന്നും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുവെന്നും സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളോട്, യഹൂദന്മാരുടെ കണ്ണിൽ ഏറ്റവും വെറുക്കപ്പെട്ടിരുന്ന ചുങ്കക്കാരും വേശ്യമാരും ഈ വിശുദ്ധന്മാരായ മത നേതാക്കന്മാർക്ക് മുൻപേ അവർ ദൈവരാജ്യത്തിൽ കടക്കും എന്ന് യേശു പറയുമ്പോൾ അത് നമ്മെ ഞെട്ടിപ്പിക്കുകയും കുറഞ്ഞപക്ഷം ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു പ്രസ്താവനയല്ലയോ? ഇതെന്തുകൊണ്ട് ഞാൻ സീറോ മലബാർ സഭയിലെ സഹോദരീ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നു എന്നത് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ യേശു പറയുന്നത്, വേശ്യമാർ കത്തോലിക്കരേക്കാൾ കാത്തലിക്കാണ്. കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കാത്തലിക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കിക്കൊള്ളൂ, ആ വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്, സാർവലൗകികം എന്നാണ്. സാർവലൗകികം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു വിധത്തിലുള്ള വിഭജന ഘടകങ്ങളും പരിഗണനകളും അടയാളങ്ങളും ലേബലുകളും പ്രസക്തമല്ലാത്ത ഒരവസ്ഥയാണ് സാർവലൗകിക അവസ്ഥ എന്ന് പറയുന്നത്. സാർവലൗകികമായി വെള്ളം ഹൈഡ്രജൻ കൊണ്ടും ഓക്സിജൻ കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു ഓക്സിജൻ മോളിക്യൂൾ, ഒരു വാട്ടർ മോളിക്യൂൾ എടുത്താൽ അതിൽ 2 ഹൈഡ്രജൻ ആറ്റംസും ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ടാകും. H2O, 2 atoms of hydrogen and 1 atom of oxygen. ഇത് സാർവലൗകികമാണ് എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം കുടിക്കുന്നവർ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും
ക്രിസ്ത്യാനികളുടെ ഇടയിൽ കത്തോലിക്കനാണെങ്കിലും പ്രൊട്ടസ്റ്റൻ്റ് ആണെങ്കിലും, പ്രൊട്ടസ്റ്റന്മാരുടെ ഇടയിൽ CSIക്കാരനാണെങ്കിലും പെന്തക്കോസ്തുകാരനാണെങ്കിലും ആര് വെള്ളം കുടിച്ചാലും കണക്കാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പോൾ പെന്തക്കോസ്തുകാരൻ കുടിക്കുന്ന വെള്ളത്തിൽ 2 ഓക്സിജൻ ആറ്റവും 1 ഹൈഡ്രജൻ ആറ്റവും വരാൻ സാധ്യമല്ല. കത്തോലിക്കൻ കുടിക്കുന്ന വെള്ളത്തിൽ 3 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും വരാൻ സാധ്യമല്ല. അത് സാർവലൗകികമാണ്. എന്ന് പറഞ്ഞാൽ വിവേചനപരമായ ഒരു പരിഗണനയും ഇവിടെ പ്രസക്തമല്ല. എന്നാൽ മതനേതാക്കന്മാരുടെ പ്രത്യേകമായ താല്പര്യവും കഴിവും എന്താണ്? ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം തരത്തിൽ വിവേചന ബുദ്ധി പരിഗണന ജനങ്ങളുടെ മനസ്സിൽ സ്ഥാപിക്കാമോ, പരസ്പര വൈരാഗ്യത്തിൻ്റെയും അകൽച്ചയുടെയും വിത്ത് എവിടെയൊക്കെ പാകാമോ, എവിടെയൊക്കെ ജനത്തെ കീറിമുറിച്ച് കഷണം കഷണമാക്കി സ്വന്തം പോക്കറ്റിലിടാമോ, അവിടെയെല്ലാം വിദ്വേഷത്തിൻ്റെയും പകയുടെയും അകൽച്ചയുടെയും വിഷവിത്ത് വിതയ്ക്കുന്ന പൈശാചിക കൃഷിയാണ് എക്കാലത്തും നടത്തിക്കൊണ്ടിരുന്നത് എന്ന് ജനം മനസ്സിലാക്കണം. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ മനം നൊന്ത് യേശു പറയുന്ന വാക്കുകളാണിത്. നമുക്കറിയാം, അറ്റ കൈക്ക് ചില പ്രയോഗങ്ങൾ നടത്തത്തില്ലേ, അതുപോലെ പ്രയോഗമാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യമാരും, അതായത് യഹൂദന്മാരുടെ കണ്ണിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടിരുന്ന, അവർ നരകത്തിൽ മാത്രമേ പോവുകയുള്ളൂ എന്ന് എല്ലാവരും സങ്കല്പിച്ചിരുന്ന, അവരെ കൊന്നൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവരുമായി യാതൊരു വിധത്തിലും ഇടപാടുകളും ഉണ്ടാകരുത് എന്ന് മാന്യത നടിച്ചു നടന്ന ആളുകൾ സങ്കല്പിച്ചിരുന്ന അവർ ദൈവരാജ്യത്തിൽ കടന്നാലും നിങ്ങൾ മറ്റുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് അവിടെ കൈപിടിച്ച് നടത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നിങ്ങൾ എൻ്റെ പടിവാതിക്കൽ എത്തത്തില്ല. വേശ്യമാർ അകത്ത് കടന്നാൽ നിങ്ങൾ തിരസ്കരിക്കപ്പെടും എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത് ശക്തമായി യേശു പ്രതികരിക്കുന്നത്? അത് വരുന്നതിന് മുൻപേ ചുങ്കക്കാരെ പറ്റി എന്താണ് ചുങ്കക്കാരും വേശ്യമാരും അവർ തമ്മിലുള്ള പൊതുവായ ഘടകം എന്താണ്? വാട്ട് ഈസ് എ ഫാക്ടർ കോമൺ ടു ദി ടാക്സ് കളക്ടേഴ്സ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്? അതറിയണമല്ലോ. കാരണം ഇവിടെ യേശു തൻ്റെ പ്രസ്താവനയിൽ അവരെ രണ്ടുപേരെയും ഒരേ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ചുങ്കക്കാരും വേശ്യമാരും നിങ്ങളെക്കാൾ മുൻപേ സ്വർഗത്തിൽ കടക്കും. അപ്പോൾ എന്താണ് ചുങ്കക്കാരും വേശ്യമാരും തമ്മിലുള്ള സാമ്യം എന്താണ്? വേശ്യമാരെ പോലെ ചുങ്കക്കാരും കത്തോലിക്കരാണ്. കത്തോലിക്കെന്ന് പറഞ്ഞാൽ മതപരമായിട്ടല്ല, ഭാഷാപരമായി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാത്തലിക്, അങ്ങനെയാണല്ലോ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭ. കത്തോലിക്കർ മറന്നുപോയൊരു കാര്യം, അവരുടെ പേര് അനുശാസിക്കുന്നത് അവർ എല്ലാവിധമായ വിഭജന ചിന്തകളെയും അതിജീവിക്കണം, അവർ സാർവലൗകിക കാഴ്ചപ്പാട് ആർജിക്കുവാൻ കടപ്പെട്ടവരാണ്. ഒരു വിധത്തിലും സങ്കുചിതമായി ചിന്തിക്കരുത്. സങ്കുചിതമായി ചിന്തിക്കുകയും സാർവലൗകികമായി പ്രവർത്തിക്കുകയും ചെയ്യുക അസാധ്യമാണെന്നറിയാൻ കഴിയാത്ത ആരുമില്ല. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് വന്ന പ്രശ്നം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന അക്കടി, അവരുടെ മത നേതാക്കന്മാർക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ മഹാപുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും എന്ന് പറഞ്ഞാൽ സിനഡ്, അവർ കത്തോലിക്ക സഭയുടെ അംഗമാണെങ്കിലും അവരുടെ കാഴ്ചപ്പാട് കത്തോലിക്ക അല്ല. അവരുടെ കാഴ്ചപ്പാട് കത്തോലിക്ക എന്ന ആശയത്തിന് ഘടകവിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ കാത്തലിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ്, യാതൊരു വിധത്തിലുള്ള ചേരിതിരിവും ഇതിനകത്ത് കൊണ്ടുവരുവാൻ അവകാശമുള്ളതല്ല, അത് ന്യായമുള്ളതല്ല, അങ്ങനെ ചെയ്യുന്നത് കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലക്കുന്നത് തുല്യമാണ് എന്നിരിക്കെ എങ്ങനെയാണ് ഈ കത്തോലിക്ക നെറ്റിപ്പട്ടം ഒട്ടിച്ചുകൊണ്ട് സ്വന്തം ജനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കീറിമുറിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ കെൽപ്പുള്ള ഒരു കത്തോലിക്കനും കേരളത്തിലില്ല എന്നത് എന്നെ നന്നായി അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്.
അപ്പോൾ ചുങ്കം പിരിക്കുന്നവരും വേശ്യന്മാരും തമ്മിലുള്ള സമാനത എന്താണ്? സിമിലാരിറ്റി എന്താണ്? രണ്ടു പേർക്കും പണം മാത്രം മതി. പണമുണ്ടെങ്കിൽ മറ്റ് യാതൊരു ചേരിതിരിവുമില്ല. ഇപ്പോൾ ഒരുത്തൻ ചുങ്കം പിരിക്കുമ്പോൾ നീ ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യനാണോ, ക്രിസ്ത്യനാണെങ്കിൽ കത്തോലിക്കരാണോ, CSIക്കാരനാണോ, ഓർത്തഡോക്സ് ആണോ, യാക്കോബൈറ്റ് ആണോ, ഡൈനമൈറ്റ് ആണോ എന്ന് വരെ ചോദിക്കാറില്ല. ചുങ്കം പിരിച്ചു, പണം കിട്ടി, പോയി, അത്രമാത്രം. യാതൊരു ചേരിതിരിവും പിന്നില്ല. വേശ്യമാരതുപോലെ തന്നെയാണ്. പണം കിട്ടി, പോയി. എല്ലാവരെയും സർവീസ് ചെയ്യാൻ, എല്ലാവർക്കും സേവനം ചെയ്യുവാൻ, മതഭേദമന്യേ, ജാതിഭേദമന്യേ, സൗന്ദര്യമോ അസൗന്ദര്യമോ, വിദ്യാഭ്യാസ മേന്മയോ, അല്ലെങ്കിൽ പാമരനാണോ പണ്ഡിതനാണോ ഇങ്ങനെയുള്ള ഒരു പരിഗണനയുമില്ലാതെ എല്ലാവരെയും തുല്യമായി സ്വീകരിക്കുകയും അവർക്ക് സേവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിശാല മനസ്കത വേശ്യമാർക്കുണ്ട്. അത് വിശാല മനസ്കതയല്ല, അത് പൈസയുടെ സ്വാധീനമാണ്. അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വിവേചനവും കാണിക്കാറില്ല. എന്നാൽ ആ തോതിലെങ്കിലും ഈ സങ്കുചിതമായ മനോഭാവത്തിൽ നിന്ന് അല്പമൊന്ന് ഉയർന്ന് ചിന്തിക്കുവാൻ പുരോഹിതന്മാർക്ക് കഴിവില്ല എന്നതാണ് യേശു ഇവിടെ സ്ഥാപിച്ചു വെക്കുന്നത്. എന്നാൽ ഇതിന് വളരെ അതീതമായി നിൽക്കുന്ന മറ്റൊരു പ്രതിഭാസമുണ്ട്. അതായത് ഈ മഹാപുരോഹിതന്മാരെക്കാളും മൂപ്പന്മാരെക്കാളും ഇവിടെ പരാമർശിക്കപ്പെടുന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവരെക്കാൾ മേന്മയുള്ള ഒരു പ്രതിഭാസമാണ് ആലപ്പുഴ ജോസഫ് അച്ഛൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന കൃപാസന മാതാവ്. കൃപാസന മാതാവിൻ്റെ അടുത്ത് ആർക്കും ചെല്ലാം. ഹിന്ദുവാണെന്നോ, മുസ്ലിമാണെന്നോ, ക്രിസ്ത്യാനിയാണെന്നോ, പാപിയാണെന്നോ, വിശുദ്ധനാണെന്നോ, ആണാണെന്നോ, പെണ്ണാണെന്നോ ഒരു പ്രശ്നമില്ല. അത് ഉടമ്പടി സൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ അനുബന്ധമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അവിടുത്തെ മാസിക കൊണ്ട് നടന്ന് വിൽക്കണം, അല്ലെ അത് അരക്കി കലച്ച് കുടിക്കണം എന്നതിനപ്പുറത്ത് യാതൊരു വിവേചനവും കൃപാസന മാതാവ് കാണിക്കുന്നില്ല. അപ്പോൾ കൃപാസന മാതാവും സ്വർഗത്തിൽ പോകും യേശുവിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ. അത് നമുക്ക് സന്തോഷത്തിനും ആശ്വാസത്തിനും വഴിയാണ്. എന്നാൽ കൃപാസന മാതാവിനെ ഇങ്ങനെ വെച്ച് കോടികളുണ്ടാക്കുന്ന ഔസേപ്പച്ചന് ആ വിശാല മനസ്കത ഉണ്ടാകത്തില്ല. കാരണം അദ്ദേഹം പുരോഹിതനാണ്. അപ്പോൾ പുരോഹിതന് കണ്ണിക്കൂടെ നോക്കുമ്പോൾ നീ മാമോദീസ വെള്ളം നിൻ്റെ തല വീണിട്ടുണ്ടോ ഇല്ലയോ, നീ കത്തോലിക്കനാണോ അല്ലയോ, കത്തോലിക്കൻ അല്ലെങ്കിൽ നിനക്ക് വേറൊരിടം, കത്തോലിക്കനാണെങ്കിൽ നിനക്ക് ഇപ്പുറത്തോട്ട് കയറിയിരിക്കുക. കത്തോലിക്കനാണെങ്കിൽ നീ സ്വർഗത്തിൽ പോകും, കത്തോലിക്കനല്ലെങ്കിൽ നീ എൻ്റെ കൃപാസന മാതാവിൻ്റെ മുമ്പിൽ വന്ന് തലകുത്തി നിന്നാലും നീ നരകത്തിൽ പോകും, യാതൊരു സംശയമില്ല. അങ്ങനെ വിശ്വസിക്കാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമേ ഈ ഔസേപ്പച്ചനുള്ളൂ. പക്ഷെ അദ്ദേഹം അത് കൃപാസന മാതാവിൻ്റെ കെയർ ഓഫിൽ പറയില്ല. കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ കത്തോലിക്കരെ പോലെ തന്നെ കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളും അക്രൈസ്തവരും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ കൃപാസന മാതാവിൽ കൂടെ വരുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കത്തോലിക്കരും കത്തോലിക്കരല്ലാത്തവരും ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളല്ലാത്തവരുമായി യാതൊരു വ്യത്യാസവുമില്ല. അവിടെ ഒരു സാർവലൗകികതയുണ്ട്. അവിടെ ഒരു യഥാർത്ഥത്തിലുള്ള കത്തോലിക്ക സ്വഭാവം അവിടെയുണ്ട്. അതായത് പണത്തെ സംബന്ധിച്ച്, ആദായത്തെ സംബന്ധിച്ച്, വരുമാനത്തെ സംബന്ധിച്ച്, പ്രശസ്തിയെ സംബന്ധിച്ച്, സ്വാധീനത്തെ സംബന്ധിച്ച് ശരിയായിട്ടൊരു അർത്ഥവത്തായ കത്തോലിക്കയുണ്ട്. പക്ഷേ അതേ കത്തോലിക്ക മതത്തിലോട്ട് കൊണ്ടുവരത്തില്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു കോൺവെൻറ്റിൻ്റെ 50-ാം വാർഷികം. അപ്പോൾ അവിടെ വളരെ കാര്യക്ഷമമായി ആവിഷ്കരിച്ച ഒരു ആരാധനാക്രമത്തിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കണമെന്ന് അവിടുത്തെ
കന്യാസ്ത്രീകൾക്ക് വളരെ താല്പര്യമായിരുന്നതുകൊണ്ട് അവരെന്നെ നന്നേ ക്ഷണിച്ചു. ഞാൻ സമ്മതിച്ചു, ഞാൻ പോയി. അപ്പോൾ അതിൻ്റെ ആരാധന നടത്തുന്നത് അന്നത്തെ ഡൽഹി കത്തോലിക്ക ആർച്ച് ബിഷപ്പായിരുന്ന ആർച്ച് ബിഷപ്പ് അലൻ ഡിലാസ്റ്റിക് ആയിരുന്നു. അന്ന് ആർച്ച് ബിഷപ്പ് അലൻ ഡിലാസ്റ്റിക്കും ഞാനും നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിലെ അംഗങ്ങളാണ്. അങ്ങനെ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. മാത്രവുമല്ല, എല്ലാ മാസവും ഒരിക്കലെങ്കിലും ഞങ്ങളൊരു പ്രസ് കോൺഫറൻസ് നടത്തുമായിരുന്നു. ക്രിസ്തീയ സഭകളെയും പൊതുവായ പ്രശ്നങ്ങളെയും പരാമർശിച്ച് ക്രിസ്തീയമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് പൊതുവായി ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന്, ജനങ്ങളെ അറിയിക്കുന്നതിന്, മാധ്യമങ്ങളിൽ കൂടെ ഈ രാജ്യത്തെ മുഴുവനും അറിയിക്കുന്നതിന് ഞങ്ങൾ പ്രസ് കോൺഫറൻസ് നടത്തുമായിരുന്നു. അത് മിക്കവാറും എല്ലാ പത്രങ്ങളും ആ കാലത്ത് കവർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോൾ അദ്ദേഹം ആരാധന നടത്തും, ഞാൻ സുവിശേഷം പ്രസംഗിക്കും. ഇതാണ്. അപ്പോൾ പ്രസംഗം ആരാധന ആരംഭിച്ചു, മനോഹരമായി നടത്തി, ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ പിന്നെ കമ്മ്യൂണിയൻ്റെ, അതായത് ഹോളി കമ്മ്യൂണിയൻ, കത്തോലിക്കായിരുന്ന മാസ് എന്നാണ് പറയുന്നത്, മാസിൻ്റെ സമയമാണ്. അപ്പോൾ നല്ലവനായ വിശാല മനസ്കനായ ആർച്ച് ബിഷപ്പ് അലൻ ഡിലാസ്റ്റിക്, അദ്ദേഹം പോളണ്ടിൽ വെച്ചൊരു ആക്സിഡൻറ്റിൽ വെച്ച് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ഈ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ വാഴ്ത്തിയ ശേഷം ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഒരു പരസ്യം നടത്തി, ഒരു പ്രസ്താവന നടത്തി. കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ളതാണിത്, മറ്റാരും ഇത് കൈക്കൊള്ളാൻ വരരുത്. അപ്പോൾ ഞാനവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ അവകാശമില്ല. എനിക്ക് യേശുവിൻ്റെ സുവിശേഷം അവിടെ സാക്ഷീകരിക്കാൻ സാധിക്കും, പക്ഷേ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ എനിക്ക് പങ്കിടാൻ സാധ്യമല്ല എന്ന് വിളിച്ചു പറയുന്നത് എന്നെ നന്നേ അറിയുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന അലൻ ഡിലാസ്റ്റിക് തന്നെയാണ്. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഈ വരയ്ക്ക്, ഈ ലക്ഷ്മൺ രേഖയ്ക്ക് അപ്പുറത്ത് പോകുവാൻ അവനെക്കൊണ്ട് സാധ്യമല്ല. എത്ര പ്രബുദ്ധത പ്രാപിച്ച വ്യക്തിയാണെങ്കിലും മതത്തിൻ്റെ ചട്ടക്കൂടിലായിക്കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള കാടത്തരം മാത്രമേ, അപ്രകാരമുള്ള നിലപാട് മാത്രമേ അവലംബിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നത് അന്ന് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. അപ്പോൾ ഇതിനപ്പുറത്ത് ആരുമൊന്നും പ്രതീക്ഷിക്കരുത്, എന്നാൽ നാം പ്രതീക്ഷിക്കണം. അതാണ് എൻ്റെ പ്രതിപാദ്യ വിഷയം. കാരണം അതാണ് യേശുവിനെ ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുത്തിയ, വേദനിപ്പിച്ച ഒരു ഘടകം. ജനങ്ങളെ പുതിയ ആത്മീയ ദർശനം നൽകി സകലവിധ വിഭാഗിക ചിന്തകളിൽ നിന്നും വിടുവിച്ച് എല്ലാവരും ഒരേ ദൈവിക കുടുംബം, ഡിവൈൻ ഫാമിലി, മനുഷ്യജാതി മുഴുവനും സ്വർഗസ്ഥനായ പിതാവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരേ ഒരു ആത്മീയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് അവർ സഹോദരങ്ങളാണ്. അവരുടെ മധ്യത്തിൽ വേർപാടിൻ്റെ നെടുംചുവരുകൾ ആരും നിർമ്മിക്കരുത് എന്ന അതീവമായ താല്പര്യത്തിൽ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് അത് പൂർത്തീകരിക്കാറാകുന്ന ഘട്ടത്തിൽ യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പുരോഹിതന്മാരും മതനേതാക്കന്മാരും എന്താണ് ചെയ്യുന്നത്? ഏതെല്ലാം വിധത്തിൽ ജനങ്ങളെ കീറിമുറിക്കാമോ, ഏതെല്ലാം വിധത്തിൽ അനൈക്യത്തിൻ്റെ വിഷവിത്ത് ജനങ്ങളുടെ മധ്യത്തിലും മനസ്സിലും വിതയ്ക്കാമോ, ഏതെല്ലാം വിധത്തിൽ വേർപാടിൻ്റെ വിഷം ജനങ്ങളുടെ സിരകളിൽ കുത്തിച്ചെലുത്താമോ, അതേ പൈശാചിക പ്രവൃത്തി ചെയ്യുക എന്നത് പുരോഹിത വൃത്തിയുടെ ഏതാണ്ട് അടിസ്ഥാനപരമായ ഘടകമാണ്. പുരോഹിതരുണ്ടോ, അവിടെ വിള്ളലുണ്ടാകും, വിഭജനമുണ്ടാകും, പരസ്പരമായ അകൽച്ചയുണ്ടാകും, അന്യരും പരദേശികളും ഉണ്ടാകും. സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, പുരോഹിതന്മാർ അന്യത്വത്തെ പ്രസവിക്കുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 30 വാക്യത്തിൽ ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമയിൽ യേശു പറയുന്നത്, ഞാൻ അന്യനായിരുന്നു, നിങ്ങളെന്നെ കൈക്കൊണ്ടില്ല. ഞാൻ അന്യനായിരുന്നു, നിങ്ങളെന്നെ കൈക്കൊണ്ടില്ല. ഒരു വ്യക്തിയുടെ ആത്മീകമായ പക്വത അളക്കുന്ന മാനദണ്ഡം അന്യത്വത്തെ അതിജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ സീറോ മലബാർ സഭയുടെ സിനഡ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്യത്വത്തിൻ്റെ വിഷവിത്ത്
സ്വന്തം ജനത്തിൻ്റെ മനസ്സാകുന്ന മണ്ണിൽ വിതച്ച് അതിൻ്റെ വിഷക്കനികൾ തിന്നുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ആ ജനം ആത്മീകമായി തിരിച്ചറിവ് പ്രാപിക്കാതിരിക്കുന്ന അന്ധത ബാധിച്ച ആത്മീയ തിമിരം ബാധിച്ച ജനമാകയാൽ അവർ ഈ വിഷവിത്തുകൾ അതുപോലെ വിഴുങ്ങിയിട്ട് രണ്ട് ഘടകങ്ങളായി വേർതിരിഞ്ഞ് പരസ്പരം ദ്വന്ദ്വയുദ്ധം നടത്തി കേരളത്തിൻ്റെ ക്രമസമാധാനത്തിന് പോലും തലവേദനയുണ്ടാക്കുന്ന വിധത്തിൽ കേരളത്തിലൊരു സാക്ഷ്യം നിർവഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ബാക്കിയുള്ള ക്രിസ്തീയ സഭകൾ, വിശ്വാസികൾ എന്ത് ചെയ്യണം? ഞാനതിനെപ്പറ്റി പരാമർശിക്കുമ്പോൾ ഈ മത നേതൃത്വത്തിൻ്റെ അടിമകളായി നിൽക്കുന്ന മത എരിവുകാർ, കത്തോലിക്ക സഭയിലെ ഇടിമക്കൾ എൻ്റെ നേരെ ചീറ്റുന്നതെന്തെന്നാൽ ഞങ്ങളുടെ സഭയുടെ കാര്യത്തിൽ കൈകടത്താൻ താൻ ആരാടോ എന്നാണ്. ഞാനതിനെപ്പറ്റി ആ ആശയം എന്താണ്, അതിലടങ്ങിയിരിക്കുന്ന അപാകത എന്താണ്, അജ്ഞത എന്താണ്, അന്ധകാരം എന്താണ് എന്ന് കുറച്ചുകൂടെ വിശദമായി പ്രതിപാദിക്കേണ്ടത് കൊണ്ട് മറ്റൊരു വീഡിയോയിൽ അത് കൈകാര്യം ചെയ്യാമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയുന്നില്ല. സഭ യേശുവിൻ്റെ ശരീരമാണെന്ന് പറയുകയും അത് എല്ലാ സഭകളുടെയും ആകെത്തുകയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് എൻ്റെ സഭയുടെ കാര്യത്തിൽ സഹവിശ്വാസിയായ നീ കൈകടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു? അങ്ങനെ ചോദിക്കണമെങ്കിൽ പൗരോഹിത്യത്തോടുള്ള അടിമകൾക്ക് മാത്രമേ അങ്ങനെ ചോദിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഞാൻ ആ വിഷയം വിടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പറയുകയാണ്. വേശ്യമാർ പുരോഹിതന്മാരെക്കാൾ മുൻപിൽ, അതായത് മഹാപുരോഹിതന്മാരെക്കാൾ മുൻപിൽ സ്വർഗരാജ്യത്തിൽ കടക്കുമെന്ന് പറയത്തക്കവണ്ണം യേശു അത്രമാത്രം വീർപ്പ് മുട്ടിയെങ്കിൽ, ഗതികെട്ട് ഇപ്രകാരം പറയേണ്ടി വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെല്ലാം വിധത്തിൽ ശ്രമിച്ചാലും, ഏതെല്ലാം വിധത്തിൽ വേദമോദിയാലും ഈ തലകളിൽ ഈ വെളിച്ചം പ്രവേശിക്കുകയില്ല എന്ന ഒരു വലിയ പ്രത്യാശ 100% നഷ്ടപ്പെട്ട അവസ്ഥയിൽ എന്ന പോലെയാണ് യേശു ഇത് പറയുന്നത്. വേശ്യമാർ സ്വർഗത്തിൽ കടന്നാലും നിങ്ങൾ അതിൻ്റെ 4 അയലത്ത് വരത്തില്ല എന്ന പുരോഹിത ശ്രേഷ്ഠന്മാരോട് പറയണമെങ്കിൽ യേശു എത്രമാത്രം അതിനെപ്പറ്റി വിമിഷ്ടം അനുഭവിച്ചിരുന്നു നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അത് 2000 വർഷം കൊണ്ട് അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സീറോ മലബാർ സഭയുടെ സിനഡ് അവരുടെ തന്നെ കുഞ്ഞാടുകളെയാണ് 2 കഷ്ണങ്ങളായി കീറി മുറിച്ചിട്ട് ഈ 2 കഷ്ണങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് സംബന്ധമായ നിലവിലിരിക്കുന്ന തന്ത്രങ്ങൾ, പുറത്തു വരുന്ന പ്രസ്താവനകൾ, അതിലടങ്ങിയിരിക്കുന്ന സംസ്കാരശൂന്യമായ ആശയങ്ങൾ, വാക്കുകൾ, ഇവ കേട്ട് മനസ്സ് പുണ്ണായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചോദിക്കുന്നത്, ഇത് ഏത് മതമാണ്? ശത്രുത്വം പാചകം ചെയ്ത് അത് ജനങ്ങളെ കൊണ്ട് ഊട്ടിക്കുന്ന ഈ പരിപാടി. ഇപ്പം നെയ്യാറ്റിൻകര നടന്ന സംഭവം നമുക്കറിയാം. ഒരു പെൺകുട്ടി, ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന ഷാരോൺ എന്ന് പറയുന്ന യുവാവ്, അവനുമായി ശാരീരിക ബന്ധമുണ്ടായിരുന്നു. എന്നിട്ട് അവന് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കുർബാനയാണ് കൊടുത്തത്. എന്താണ് കുർബാന? വിഷം കലർത്തിയ കഷായം, വിഷക്കഷായം. അവൻ്റെ ജീവൻ പോയി നമുക്കറിയാം. അപ്പോൾ ഗ്രീഷ്മ നടത്തിയ ഹോളി കമ്മ്യൂണിയൻ, ഈ വിഷക്കഷായ കമ്മ്യൂണിയൻ, അതുകൊണ്ട് ഇത് കഴിച്ചവൻ്റെ ജീവൻ പോയി. അതേ അവസ്ഥയിലാണ് സീറോ മലബാർ സഭയിലെ ജനം, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസസിലെ ഹതഭാഗ്യരായ എൻ്റെ സഹവിശ്വാസികൾ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഞാൻ എങ്ങനെ ഇതിനെപ്പറ്റി നിസ്സംഗത പാലിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതെൻ്റെ പ്രശ്നമല്ല എന്ന് പറയണമെങ്കിൽ കത്തോലിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാൻ വയ്യ എന്നല്ല എൻ്റെ അർത്ഥം. ഏതായാലും
ഇതിനെപ്പറ്റിയുള്ള യേശുവിൻ്റെ നിലപാട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എനിക്കത് മാത്രമാണ് നിങ്ങളുമായി പങ്കിടാനുള്ളത്. അത് ഏതാണ്ട് ഒരു നേരിയ തോതിലെങ്കിലും സൂചിപ്പിക്കുവാൻ ഇടയായി. നിങ്ങൾക്കത് വ്യക്തമായി എന്ന പ്രതീക്ഷയിൽ അധികം ദീർഘിപ്പിക്കാതെ ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.